പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ തീരദേശ വികസന കോർപ്പറേഷന്റെ ഉണക്കമീൻ കയറ്റുമതി വൻ പ്രതിസന്ധിയിൽ. വിദേശത്തു നിന്നും ഓർഡർ ലഭിക്കുന്നുണ്ടെങ്കിലും ഉണക്കമീൻ കയറ്റി അയക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അമേരിക്ക, കാനഡ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് കൂടുതൽ ആവശ്യക്കാരുള്ളത്. കണ്ടെയ്നറിന്റെ ലഭ്യതക്കുറവും കയറ്റുമതി രംഗത്ത് അനിശ്ചിതത്വം സൃഷ്ടിക്കുകയാണ്. തീരദേശത്തും പ്രോസസിംഗ് സെന്ററുകളിലും ഉണക്കമീൻ കെട്ടിക്കിടക്കുകയാണ്. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, അപ്പോൾ യുദ്ധം കേരളത്തിലുണ്ടാക്കുന്ന വലിയ പ്രതിസന്ധിയെക്കുറിച്ചാണ് ഈ തൊഴിലാളികൾ പറയുന്നത്. എന്താണ് ഈ ഉണക്കമീൻ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് ഈ തൊഴിലാളികൾക്ക് പറയാനുള്ളത്? സ്മൃതി, നിലവിൽ സംസ്ഥാനത്ത് തന്നെ ഒന്നടങ്കം മത്സ്യത്തൊഴിലാളികളെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത് ഉണക്കമീൻ ഇപ്പോൾ വിദേശത്തേക്ക് കയറ്റുമതി അമ്പാടെ ഇപ്പോൾ നിലച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. പ്രധാനമായിട്ടും വിഴിഞ്ഞം കേന്ദ്രീകരിച്ചുള്ള പ്രോസസ്സിംഗ് യൂണിറ്റുകളുണ്ട് ധാരാളം. അതിനപ്പുറം തന്നെ തീരദേശത്തെ മത്സ്യഗ്രാമങ്ങളുണ്ട്. ഇവിടെ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ ഈ കിട്ടുന്ന മത്സ്യം അതിൽ തന്നെ ഇപ്പോൾ നുത്തോലി, കോര, ചെമ്മീൻ അടക്കമുള്ളവ ഉണക്കി വിദേശത്ത് പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഏറ്റവും അധികം കയറ്റുമതി ഉള്ളത്. നിലവിൽ അമേരിക്ക, കാനഡ, ന്യൂസിലൻഡ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഓർഡർ ലഭിക്കുന്നുണ്ടെങ്കിൽ തന്നെയും കണ്ടെയ്നറിൻ്റെ ലഭ്യത കുറവും യുദ്ധം ഇങ്ങനെ ഈ അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവർക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് കമ്പനികളൊക്കെയും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ തന്നെ ഈ ഉണക്കമീൻ ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഇതിൻ്റെ വിലയും ഇടിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും ആഭ്യന്തര ഉൽപ്പാദനത്തിൽ തന്നെ വലിയൊരു കുറവ് ഉണ്ടായിരിക്കുന്നു. തൊട്ടടുത്തുള്ള കോയമ്പത്തൂർ അടക്കമുള്ള വിപണിയെ ആശ്രയിച്ചാണ് നിലവിൽ തീരദേശത്തെ ഗ്രാമങ്ങളൊക്കെയും ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത്. ഇതിൽ തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഇടപെടൽ ഏറ്റവും ഒടുവിൽ ഉണ്ടായിരിക്കുകയാണ്. ഫിഷ് മെയ്ഡ് സംവിധാനം, അതായത് ഈ വിഴിഞ്ഞം ഹാർബറിൽ നിന്ന് ശേഖരിക്കുന്ന മത്സ്യം ജില്ലയിൽ തന്നെ തിരുവനന്തപുരം, കോട്ടയം അടക്കമുള്ള ജില്ലകളിൽ ഫിഷ് മെയ്ഡ് സംവിധാനം നേരത്തെ തന്നെ ഉണ്ട്. ഈ മത്സ്യം ഓൺലൈൻ വഴി വിപണിയിൽ എത്തിക്കാനുള്ള ശ്രമമാണ് നിലവിൽ സർക്കാർ ആലോചിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, കൊല്ലം, ആലപ്പുഴ, എറണാകുളം അടക്കമുള്ള ജില്ലകളിൽ ഈ ഫിഷ് മെയ്ഡ് സംവിധാനം ഉടൻ തന്നെ പൂർണ്ണതോതിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതായത് ഉണക്ക മത്സ്യം കയറ്റുമതി നിലച്ച ഒരു ഘട്ടത്തിലാണ് ഫിഷ് മെയ്ഡ് സംവിധാനം കൊണ്ടുവരാനുള്ള ശ്രമം ഇപ്പോൾ ഫിഷറീസ് വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതേസമയം ഫിഷറീസ് വകുപ്പിന്റെ ഇടപെടൽ ഈ ഉണക്ക മത്സ്യം കയറ്റുമതിയിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഇതിനൊരു കണ്ടെയ്നർ ലഭ്യത കുറവ് വന്നിരിക്കുന്നു. മറ്റൊന്ന്, കയറ്റുമതിയിലുള്ള ഈ ഒരു അനിശ്ചിതത്വം ഇനി മാറിയാൽ മാത്രമേ ഇതിലൊരു പൂർണ്ണമായും ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കൂ. വലിയ പ്രതിസന്ധി തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നൽകിയത്. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.